ഇനി നമ്മൾ ഒരിക്കൽ കൂടി ശുഭാൻശു ശുക്ലയുടെ ആ ബഹിരാകാശ ദൗത്യ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ശുഭാൻശു ശുക്ലയുടെ ബഹിരാകാശ ദൗത്യത്തിന് ശുഭാന്ത്യം. ഡ്രാഗൺ പേടകം കാലിഫോർണിയയിലേക്ക് സമീപം പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തു. റിക്കവറി ബോട്ടിലേക്ക് മാറ്റിയ ഡ്രാഗണിൽ നിന്ന് ശുഭാൻശു രണ്ടാമനായി പുറത്തിറങ്ങി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇനി 7 ദിവസത്തെ നിരീക്ഷണ കാലയളവാണ് ഉള്ളത്. തിരിച്ചിറക്കം തത്സമയം കണ്ട ശുഭാൻശുവിന്റെ കുടുംബവും. And we've got our pilot Shubhanshu Shukla as our second crew member exiting the spacecraft. And some big smiles, as you said. വിവരങ്ങളുമായി അനേന സതീശുണ്ട്. അനേന, ആ ചെറു പുഞ്ചിരിയോടുകൂടി കൈ വീശിക്കൊണ്ട് ചരിത്രത്തിലേക്ക് അദ്ദേഹം നടന്നു കയറുന്ന നിമിഷങ്ങളെ നമ്മൾ ഭാരതീയർ ഒന്നാകെ വലിയ ആകാംക്ഷയോടുകൂടിയും ആദരവോടുകൂടിയും അഭിമാനത്തോടുകൂടിയും ഒക്കെയാണ് നോക്കിക്കണ്ടത്. ആ നിമിഷങ്ങൾ എത്തരത്തിലായിരുന്നു അനേന? സംഗീത, അതെല്ലാം ശുഭമായി നടന്നു. ആക്സിയം 4 ദൗത്യ സംഘം സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി. ശുഭാൻശു വളരെ സന്തോഷത്തോടെയാണ് പേടകത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. കൈവീശി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു ചെറുപുഞ്ചിരിയും ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് ശുഭാൻശു പേടകത്തിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ജൂൺ 25-നാണ് ഈ ആക്സിയം 4 ദൗത്യ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ജൂൺ 25-നാണ് ഡ്രാഗൺ പേടകം പറന്നുയർന്നത്. ജൂൺ 26-നാണ് ദൗത്യസംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നത്. പെഗ്ഗി വിറ്റ്സൺ ആയിരുന്നു ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ശുഭാൻശു ശുക്ലയായിരുന്നു മിഷൻ പൈലറ്റ്. ഈ ദൗത്യസംഘം ജൂൺ 26-ന് എത്തിയ ശേഷം അവിടെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. ISRO നിർദ്ദേശിച്ചത് പ്രകാരം ഏകദേശം 7 പരീക്ഷണങ്ങളാണ് ശുഭാൻശു ശുക്ല നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച 60ഓളം പരീക്ഷണങ്ങൾ കൃത്യമായി പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ തിരിച്ചെത്തുന്നത്. 18 ദിവസത്തോളമാണ് ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്. അതിനിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ശുഭാൻശു സന്ദേശങ്ങളിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നു. എന്തായാലും 18 ദിവസങ്ങൾ അവിടെ ചെലവഴിച്ച് നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ പരീക്ഷണങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് ദൗത്യസംഘം ഇപ്പോൾ മടങ്ങിയെത്തുന്നത്. ഇന്നലെയായിരുന്നു മടങ്ങാൻ തീരുമാനിച്ചിരുന്നത്. ഇന്നലെ 4:55 വൈകിട്ട് 4:55 അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായത്. ശേഷം അവർ ഭൂമിയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. ഏകദേശം 22.5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് 3:01 സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുകയായിരുന്നു. കൃത്യമായി പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചു. കാലിഫോർണിയ കടലിൽ പേടകം പതിക്കുകയായിരുന്നു. ശേഷം ആണ് ഇവരെ പുറത്തെത്തിക്കാനുള്ള പ്രക്രിയകളൊക്കെ നടന്നത്. ആദ്യം പേടകം കടലിൽ വീണതിന് ശേഷം ഈ റിക്കവറി കപ്പൽ പേടകത്തിനടുത്തേക്ക് എത്തുന്നു. ശേഷം ആ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കുന്നു. ഇന്ധന ചോർച്ചയടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നു. ശേഷം ഇന്ധന ചോർച്ചയൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ബാക്കി അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആദ്യം വടം കെട്ടി പേടകം സുരക്ഷിതമാക്കുന്നു. ശേഷം പേടകത്തെ വലിച്ച് ഈ റിക്കവറി കപ്പലിലേക്ക് എത്തിക്കുന്നു. ശേഷമാണ് ഈ പേടകം തുറക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പേടകം തുറന്ന് അതിനുള്ളിലെ സാമഗ്രികളൊക്കെ പുറത്തേക്ക് എത്തിയതിനു ശേഷമാണ് ഇവരുടെ ഹാച്ച് തുറന്നതിന് ശേഷമാണ് ഇവരുടെ 4 പേരെയും പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ആദ്യമായി പുറത്തേക്ക് ഇറങ്ങിയത് പെഗ്ഗി വിറ്റ്സൺ ആയിരുന്നു. രണ്ടാമതായാണ് ശുഭാൻശു ശുക്ല ഇറങ്ങിയത്. ശേഷം ശുഭാൻശുവിന് പിന്നാലെ മറ്റ് 2 പേരും പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. എന്തായാലും വളരെ സന്തോഷത്തോടെയാണ് ഇവർ പേടകത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. വളരെ അഭിമാനത്തോടെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഈ 4 പേരും വീൽചെയർ ഒന്നും ഉപയോഗിക്കാതെ നടന്നു തന്നെയാണ് മുന്നോട്ട് നീങ്ങിയത്. ഹ്രസ്വ കാലയളവ് ആണ് അവരവിടെ ചെലവഴിച്ചത്. വളരെ ഹ്രസ്വ കാലയളവിലാണ്, 18 ദിവസമാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വീൽചെയറിൻ്റെ ഒന്നും സഹായമില്ലാതെ മുന്നോട്ടേക്ക് നടന്നു തന്നെയാണ് നീങ്ങിയിട്ടുള്ളത്. ഇനി ഇവരെ കാലിഫോർണിയ തീരത്തേക്ക് എത്തിക്കുന്നു. ശേഷം പ്രാഥമിക വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷമാണ് 7 ദിവസത്തെ ഒരു വിശ്രമത്തിനായി വിധേയരാക്കുന്നത്. ഈ 7 ദിവസത്തെ വിശ്രമം എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ഫലവുമായി പൊരുത്തപ്പെടാനുള്ളൊരു ഇതിനു വേണ്ടിയിട്ടാണ് ഇവരെ 7 ദിവസത്തെ വിശ്രമത്തിന് വിധേയരാക്കുന്നത്. ശേഷം ഈ 7 ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ശുഭാൻശു ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. നമുക്കറിയാം, ശുഭാൻശുവിൻ്റെ ഈ തിരിച്ചുവരവിനെ കുടുംബം അടക്കമുള്ള നമുക്കറിയാം, കുടുംബത്തോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്തിനും അതുപോലെ തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയൊരു ചരിത്ര നിമിഷമായിരുന്നു ഇവരുടെ ഈ തിരിച്ചുവരവെന്ന് പറയുന്നത്. വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് കുടുംബം ഈ ശുഭാൻശു എത്തുന്ന ഈ കാഴ്ച കണ്ട് നിന്നിട്ടുണ്ടായിരുന്നത്. നമുക്കും വളരെ അഭിമാനത്തോടെ
പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും ചരിത്രം കുറിച്ചുകൊണ്ടാണ് ശുഭാൻഷു ഈ മടക്കയാത്ര നടത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നിലയത്തിൽ ചിലവഴിക്കുന്ന ഇന്ത്യക്കാരൻ എന്നീ ചരിത്രങ്ങളാണ് ശുഭാൻഷുവിൻ്റെ പേരിൽ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. സംഗീത, തീർച്ചയായും അനയന, അത് അങ്ങനെ തന്നെയാണ്. ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിലൂടെ തന്നെയാണ് കടന്നുപോയത്. മറ്റൊരു നാഴികക്കല്ല് എന്നുള്ള വിശേഷണത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ സാഹചര്യത്തെ വിശേഷിപ്പിച്ചത്. എന്താണെങ്കിലും അഭിമാനകരമായ ആ നിമിഷം പിന്നിട്ടിരിക്കുകയാണ് നമ്മൾ.